നമുക്ക് ഫ്ലൂയിഡ്സിൻ്റെ അടുത്ത സെക്ഷനിലേക്ക് കടക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻസ് ആണ്. ഫ്ലൂയിഡ്സിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് വരും. നമ്മുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ ചാപ്റ്ററിൽ നമ്മൾ കാണും. സ്പീഡ് ഓഫ് എഫ്ലക്സ് ടോറിസെല്ലീസ് ലോ. നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ ടോറിസെല്ലി എന്നുള്ള വാക്ക് കേട്ടിരുന്നു അല്ലെ? ബാരോമീറ്റർ കണ്ടുപിടിച്ചത് ടോറിസെല്ലിയാണ് എന്നൊക്കെ നമ്മൾ കേട്ടതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ. ഈ സ്പീഡ് ഓഫ് എഫ്ലക്സ് എന്ന് പറഞ്ഞാൽ ഈ പുറത്തേക്ക് വരുന്ന ഇതിനാണ് വരവ് എന്നാണ് എഫ്ലക്സിന്റെ മലയാളം. അപ്പൊ ഈ ഒരു ടാങ്ക് ഉണ്ട്, ടാങ്കിന് താഴെ ഒരു ഹോൾ ഉണ്ടെന്ന് വിചാരിക്കും. ആ ഹോളിലൂടെ വെള്ളം പുറത്തേക്ക് ചാടും. ആ പുറത്തേക്ക് ചാടുന്ന വെള്ളത്തിന്റെ ആ സ്പീഡാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ടോറിസെല്ലി ലോ ആണ് അവസാനം നമുക്ക് കിട്ടുന്ന ആ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ടോറിസെല്ലിയുടെ നിയമം എന്നാണ് നമ്മൾ അതിനെ പറയാം. അപ്പൊ സ്പീഡ് ഓഫ് എഫ്ലക്സ് ഫ്രം ആൻ ഓപ്പൺ ടാങ്ക് ഈസ് ഗിവൺ ബൈ ദ ഫോർമുല ഐഡന്റിക്കൽ ടു ദാറ്റ് ഓഫ് എ ഫ്രീലി ഫോളിംഗ് ബോഡി. ഇതിപ്പോ ക്ലോസ്ഡ് ടാങ്ക് ആണ് ചിത്രത്തിൽ കാണിച്ചിട്ടുള്ളത്. ഓപ്പൺ ടാങ്ക് എന്ന് പറഞ്ഞാൽ ഇതിന്റെ മുകൾ ഭാഗത്ത് ഓപ്പൺ ആയിരിക്കും. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ കാണും അത് ഒരു ഫ്രീ ഫോളിനുള്ള ഈക്വൽ ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്. വെലോസിറ്റി ഓഫ് എ ഫ്രീ ഫോൾ √2gh. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിന് അതേ ഇക്വേഷൻ ആണ് നമുക്ക് ഇവിടെയും കിട്ടുക ഓപ്പൺ ടാങ്ക് ആണെങ്കിൽ. നോക്കാം. ആദ്യം നമ്മളൊരു ടാങ്ക് കൺസിഡർ ചെയ്യുക. ടാങ്ക് ക്ലോസ്ഡ് ടാങ്ക് ആണ്. ഇതിൽ ഇത്രയും നിറയെ ഓൾമോസ്റ്റ് ഫുള്ളായിട്ട് വെള്ളമുണ്ട്. അതിന് കുറച്ച് താഴെ ഒരു നടുവിലൊക്കെ ആയിട്ടുള്ള ഹോളാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെന്ന് വിചാരിക്കും. ടാങ്കിന്റെ ബേസിൽ നിന്ന് ഹോളിലേക്കുള്ള ദൂരം y1 ആണ്. ടാങ്കിന്റെ ബേസിൽ നിന്ന് മുകളിലെ പോയിന്റിലേക്കുള്ള ദൂരം വാട്ടർ ലെവലിലേക്കുള്ള ദൂരം y2 ആണ്. y2 മൈനസ് y1 ആണ് h. തമ്മിലുള്ള ഡിഫറൻസ്, അതായത് വാട്ടർ ലെവലിൽ നിന്ന് എത്ര താഴെയാണ് ഹോള് അതിലേക്കുള്ള ദൂരമാണ് h എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി തൊട്ട് മുന്നേ നമ്മൾ കണ്ടതാണ്. ബെർണോളിസ് തിയറം കണ്ടു. അതിന് മുൻപ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി കണ്ടു. എ വി ഈസ് എ കോൺസ്റ്റന്റ്. എ ഏരിയ ആണ്, ബി വെലോസിറ്റി ആണ്. അപ്പോൾ അത് നമ്മൾ ഇവിടെ ഉപയോഗിക്കുകയാണ്. അപ്പോൾ ഇത് സ്മോൾ ഏരിയ ഹോളിന്റെ ഏരിയ A1 എന്ന് എടുക്കുകയാണെന്ന് വിചാരിക്കൂ. അതിലൂടെയുള്ള വെലോസിറ്റി V1 എന്ന് എടുക്കുകയാണെന്ന് വിചാരിക്കൂ. ടാങ്കിന്റെ മുകളിലുള്ള അത് വാട്ടർ ലെവലിലുള്ള ഏരിയ A2 ആണെന്ന് വിചാരിക്കൂ. വാട്ടർ ലെവല് ആ വെലോസിറ്റി, അതായത് താഴേക്ക് ഹോളിലൂടെ വെള്ളം പുറത്തേക്ക് ഇടുമ്പോൾ അത് താഴേക്ക് വരുമല്ലോ, ആ വെലോസിറ്റി V2 ആണെന്ന് വിചാരിക്കും. അപ്പോൾ കണ്ടീഷൻ പ്രകാരം ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി പ്രകാരം എന്താണ്? A1 V1 ഈസ് ഈക്വൽ ടു A2 V2. അപ്പോൾ V2 എന്ന് പറയുന്നത് ആ വാട്ടർ ലെവൽ താഴേക്ക് വരുന്ന ഹൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? A1 V1 ബൈ A2 ആണ്. പക്ഷേ ടാങ്ക് വളരെ വലുതും, ഇത് നമ്മൾ എളുപ്പത്തിന് വേണ്ടി ചെയ്യണേ, ടാങ്ക് വളരെ വലുതും ഹോള് വളരെ ചെറുതുമാണെങ്കിൽ കുറച്ച് വെള്ളമാണ് പുറത്തേക്ക് ചാടുക. അപ്പോൾ വാട്ടർ ലെവല് മുകൾ ഭാഗത്ത് നിന്ന് താഴേക്ക് ഇങ്ങനെ വരുന്നതിന്റെ വെലോസിറ്റി വളരെ കുറവായിരിക്കും. അപ്പൊ അങ്ങനെ കൺസിഡർ ചെയ്തിട്ട് നമ്മൾ V2 വളരെ ചെറുതാണെന്ന് എടുക്കുക. കണ്ടോ, A2 മച്ച് ഗ്രേറ്റർ ദാൻ A1. വാട്ടർ ടാങ്ക് വളരെ വലുതാണ്, ഹോള് വളരെ ചെറുതാണ് എങ്കിൽ A2 is much greater than A1. അപ്പോൾ V2 ഓൾമോസ്റ്റ് ഈക്വൽ ടു 0 ആക്കി എടുക്കുക. അതായത് ഫ്ലൂയിഡ് അറ്റ് ദ ടോപ്പ് റെസ്റ്റിലാണ് എന്ന് എടുക്കുക. ശരിക്കും അങ്ങനെ ആവില്ല, നമുക്കറിയാം. വെള്ളം പോകുമ്പോൾ താഴ്ന്നു വരും. നമ്മൾ നമ്മുടെ എളുപ്പത്തിന് ഒരു ഇക്വേഷനിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ ആ കണ്ടീഷൻ എടുക്കുകയാണ്. ഇനി എന്താ ചെയ്യാം? ഇവിടെ ഒരു കാര്യം കൂടി നമ്മൾ ചെയ്യും. ഈ ഹോളിലുള്ള പ്രഷർ എന്ന് പറയുന്നത് എയറുമായിട്ട് തട്ടി നിൽക്കുന്നതാണ്. അപ്പൊ അറ്റ്മോസ്ഫറിക് എയറിന്റെ പ്രഷറാണ് ഇവിടെ ഉണ്ടാവുക. അപ്പൊ PA ആണ് ഈ ഹോളിലുള്ള പ്രഷർ. P1 എന്ന് പറയുന്ന പ്രഷർ എത്രയാണ്? PA അറ്റ്മോസ്ഫറിക് പ്രഷറാണ്. സോ നമ്മൾ ബെർണോളിസ് തിയറം ഉപയോഗിക്കും. ബെർണോളിസ് തിയറം ഉപയോഗിച്ചിട്ട് അപ്പോൾ ആദ്യം ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി ഉപയോഗിച്ചിട്ട് നമ്മൾ V2 എന്നുള്ള ഇക്വേഷൻ 0 ആക്കി എടുത്തു. നമ്മൾ V1 ഉള്ള ഇക്വേഷൻ അല്ലെങ്കിൽ V2 ഇക്വേഷൻ എടുക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ബെർണോളിസ് തിയറം അപ്ലൈ ചെയ്യും. ബെർണോളിസ് തിയറം എന്താണ്? പ്രഷർ എനർജി പ്ലസ് കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ ആദ്യം പ്രഷർ എനർജി PA, ആദ്യം നമ്മൾ ആദ്യത്തെ LHSന്റെ ഭാഗത്ത് 1കളൊക്കെ എഴുതാം, RHSന്റെ ഭാഗത്ത് 2കളൊക്കെ എഴുതാം. അപ്പൊ P1 പകരം PA എന്ന് എഴുതി. ഹാഫ് റോ V1² പ്ലസ് റോ G Y1 അല്ലെ? സർഫസിൽ നിന്ന് ആ പോയിന്റിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് എത്രയാണ്? ഹൈറ്റ് Y1 ആണ്. ഈസ് ഈക്വൽ ടു മുകളിലുള്ള പ്രഷർ, വാട്ടർ സർഫസിലുള്ള പ്രഷർ P ആണ്. അപ്പൊ അങ്ങനെ തന്നെ എഴുതി. പ്ലസ് റോ G Y2 അതും എഴുതി. പിന്നെ നമ്മൾ V1 ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി ഉപയോഗിച്ചിട്ട് V2 0 ആക്കിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അവിടെ ആ കൈനറ്റിക് എനർജിയുടെ ടേം ഇല്ല. നമ്മൾ എന്ത് ചെയ്യും? Y2 മൈനസ് V1 ഈസ് ഈക്വൽ Y1 ഈസ് ഈക്വൽ ടു H. ചിത്രം നോക്കിയാൽ കാണാം. ഇവിടെ Y2 മൈനസ് ഇവിടെ ഒരു Y2 ഉണ്ട് അല്ലെ? ഇവിടെ ഒരു Y1 ഉണ്ട്. Y2 മൈനസ് Y1 എന്ന് പറഞ്ഞാൽ H ആണ്. ചിത്രം നോക്കിയാൽ കാണാം. അതിൽ നിന്ന് V1² അതിനൊന്ന് റീഅറേഞ്ച് ചെയ്തിട്ട് V1² അല്ലെങ്കിൽ V1 ഇക്വേഷനാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. കാരണം എന്താ?
നമ്മുടെ ഹെഡിങ് എന്താ, സ്പീഡ് ഓഫ് എഫ്ലക്സ് ആണ് അല്ലെ, പുറത്തേക്കുള്ള വെള്ളത്തിന്റെ ആ സ്പീഡാണ് നമ്മൾ കാണുന്നത്. അപ്പൊ V1 ഇക്വേഷൻ ഉണ്ടാക്കണം. V1 is equal to സ്ക്വയർ റൂട്ട് ഓഫ് 2g. ഇതൊന്ന് റീഅറേഞ്ച് ചെയ്താൽ മതി. 2gh, ആ h എങ്ങനെയാ വന്നത്, 2g into y2 minus y1 എന്നാ വരിക. y2 minus y1 എന്ത് എഴുതി, h എന്ന് എഴുതി. 2gh plus 2 into p minus pa by rho എന്ന് കിട്ടും. ഇനി പി വളരെ വലുതാണെന്ന് വിചാരിക്കും, അറ്റ്മോസ്ഫറിക് പ്രഷറിനേക്കാൾ വളരെ വലിയ പ്രഷറാണ് വിചാരിക്കും. ക്ലോസ്ഡ് ടാങ്കിന്റെ വാട്ടർ സർഫസിലുള്ള പ്രഷർ വളരെ വലുതാണെന്ന് വിചാരിക്കും അറ്റ്മോസ്ഫിയർ പ്രഷറിനേക്കാളും. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ ടേമിനെ പി മൈനസ് പി എ വളരെ വലുതായിരിക്കും. പി വളരെ വലുതാണെങ്കിൽ പി മൈനസ് പി എ വളരെ വലുതായിരിക്കും. അപ്പൊ 2gh നമ്മൾ ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇഗ്നോർ ചെയ്യും, ഈ ടേം മാത്രം എടുക്കും. ഇനി അതിനെ നമ്മൾ കണ്ടെയ്നർ പ്രഷർ എന്നാ പറയാം. കണ്ടെയ്നർ പ്രഷർ ആണല്ലോ പി എന്ന് പറയുന്നത്. അപ്പൊ ആ ടേമിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യും. ഇനി ടാങ്ക് ഓപ്പൺ ആണെന്ന് വിചാരിക്കും. ടാങ്ക് ഓപ്പൺ ആണെങ്കിൽ ഈ P2 ഈക്വൽ ടു പി ഈക്വൽ ടു പി എ തന്നെയാകും. അപ്പൊ പി മൈനസ് പി എ ഈക്വൽ ടു 0 ആകും. അപ്പൊ ഈ രണ്ടാമത്തെ ടേം 0 ആകും. അപ്പൊ ആദ്യത്തെ ടേം എന്തായി, V is equal to root of 2gh. V1 is equal to root of 2gh എന്ന് കിട്ടും. This is also the speed of a freely falling body. V square is equal to u square plus 2as എന്നുള്ള ഇക്വേഷനിൽ നിന്നാണ് ഇത് വരുന്നത്. അപ്പോൾ അതിൽ u 0 ആയി പോകും, ഫ്രീലി ഫാളിംഗ് അല്ല. അപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്. അപ്പോൾ u 0 ആയി പോകും. 2as 2 താഴേക്ക് വരുന്നത് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. അപ്പോൾ g എന്ന് എഴുതും. s എന്നുള്ളത് ഭൂമിയും ആ പോയിന്റ് തമ്മിലുള്ള ഹൈറ്റ് ആണ്. അപ്പോൾ h എന്ന് എഴുതും. അപ്പോൾ v is equal to root of 2gh എന്ന് കിട്ടും ഫ്രീലി ഫാളിംഗ് ബോഡിക്ക്. അതേ ഇക്വേഷൻ ആണ് സ്പീഡ് ഓഫ് എഫ്ലക്സിന്. ഓപ്പൺ ടാങ്ക് ആണെങ്കിൽ പുറത്തേക്ക് വരുന്ന വെള്ളത്തിന്റെ സ്പീഡ് എന്തായിരിക്കും, റൂട്ട് ഓഫ് 2gh ആയിരിക്കും. ഈ ഇക്വേഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ടോറിസെല്ലീസ് ലോ എന്ന് വിളിക്കുക. അടുത്തത് വെഞ്ചൂറി മീറ്റർ ആണ്. ഈ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇതൊരു മെഷർ ചെയ്യാനുള്ള ഉപകരണമാണ്. അതുകൊണ്ടാണ് നമ്മൾ മീറ്റർ എന്ന് വിളിക്കുന്നത്. ഗാൽവനോമീറ്റർ, എം-മീറ്റർ, അങ്ങനെ പല മീറ്ററുകൾ നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ കേൾക്കും. അപ്പോൾ ബാരോമീറ്റർ പ്രഷർ മെഷർ ചെയ്യാനുള്ള സാധനമാണ്. വെഞ്ചൂറി മീറ്റർ എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ലിക്വിഡ് മെഷർ ചെയ്യാനുള്ള ഇൻസ്ട്രുമെന്റ് ആണ് എന്ത്, വെഞ്ചൂറി മീറ്റർ. ഈസ് എ ഡിവൈസ് ടു മെഷർ ദ ഫ്ലോ സ്പീഡ്, റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ഇൻകംപ്രസിബിൾ ലിക്വിഡ് ഫ്ലൂയിഡ്. അതായത് ഡെൻസിറ്റിക്ക് മാറ്റം ഒന്നും ഉണ്ടാവാൻ പാടില്ല. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ ട്യൂബ്. ഇതാ ഇത് ഈ വെഞ്ചൂറി മീറ്റർ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, ഈ താഴെയുള്ള ഈ ട്യൂബാണ് കേട്ടോ. ഈ വെഞ്ചൂറി മീറ്റർ എന്ന് പറയുന്നത് ഇതുപോലത്തെ ഒരു വലിയ ഈ ഒരു സ്പെഷ്യൽ ഷേപ്പിലുള്ള ഒരു ട്യൂബ് ഉണ്ടാവും. ആ ട്യൂബിലേക്ക് ഒരു യു ട്യൂബ് ഘടിപ്പിച്ചിട്ടുണ്ടാവും. യു ഷേപ്പിലുള്ള മറ്റൊരു ട്യൂബ് ഘടിപ്പിച്ചിട്ടുണ്ടാവും. ഈ രണ്ടാമത്തെ യു ട്യൂബിൽ എന്തുണ്ടാവും, ഒരു ഫ്ലൂയിഡ് അല്ലെങ്കിൽ ഒരു ലിക്വിഡ് ഉണ്ടാവും. ഡെൻസിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ലിക്വിഡ് ഉണ്ടാകും. ഇതാ നമുക്ക് നോക്കാം. വെഞ്ചൂറി മീറ്റർ കൺസിസ്റ്റ് ഓഫ് എ ട്യൂബ് വിത്ത് എ ബ്രോഡ് ഡയമീറ്റർ. ഉണ്ടാവും, വലിയൊരു ഡയമീറ്റർ ഉണ്ടാവും. ഒരു നാരോ കൺസ്ട്രക്ഷൻ അറ്റ് ദ മിഡിൽ. ഒരു ബ്രോഡ് ട്യൂബിന് നടുവിൽ ഇങ്ങനെ ഒരു ക്ലിപ്പ് ഇട്ടാൽ മതി, നാരോ കൺസ്ട്രക്ഷൻ ആക്കും. എന്നിട്ട് നമ്മൾ ഈ യൂട്യൂബിനെ ഒന്ന് ബ്രോഡ് എൻഡിലേക്കും ഒന്ന് ഈ നാരോ എൻഡിലേക്കും കണക്ട് ചെയ്യും. ഈ യൂട്യൂബിൻ്റെ ഉള്ളിൽ ഒരു ലിക്വിഡ് ഉണ്ടാവും ഓഫ് നോൺ ഡെൻസിറ്റി, നമുക്കറിയാം. റോ എം എന്ന് പറയുന്നത് ഡെൻസിറ്റി ഓഫ് മാനോമീറ്റർ ആണ്. ഇതിനകത്തുള്ള ലിക്വിഡിന്റെ ഡെൻസിറ്റിയാണ് റോ എം. എ എന്ന് പറയുന്നത് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. വലിയ ക്യാപിറ്റൽ എ ആണ് വലിയ ക്രോസ് സെക്ഷൻ. സ്മോൾ എ ആണ് സ്മോൾ ക്രോസ് സെക്ഷൻ. V1 ആണ് ഈ വലിയ ഏരിയയിലുള്ള വെലോസിറ്റി ഓഫ് ഫ്ലോ. V2 ആണ് ചെറിയ ഏരിയയിലുള്ള വെലോസിറ്റി ഓഫ് ഫ്ലോ. അപ്പോൾ നമുക്ക് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി ഉപയോഗിച്ച് V1A1 ഈസ് ഈക്വൽ ടു V2A2 എന്ന് കിട്ടും. അതിൽ നിന്നും V2 ഈസ് ഈക്വൽ ടു V1A1 അല്ലെങ്കിൽ V1 ഇൻറ്റു ക്യാപിറ്റൽ എ ബൈ സ്മോൾ എ എന്ന് കിട്ടും. ഇനി എന്താണ്, ബെർണോളിസ് ഇക്വേഷൻ ഉപയോഗിക്കുകയാണ്. H1 ഈസ് ഈക്വൽ ടു H2. ഒരേ ഹൈറ്റിലുള്ള രണ്ട് പോയിന്റിന് ബെർണോളിസ് ഇക്വേഷൻ ഉപയോഗിക്കാന്ന് വിചാരിക്കുക. നമ്മൾ ഈ ഹൈറ്റ് ആണ് കൺസിഡർ ചെയ്യണമെന്ന് വിചാരിച്ചോളൂ. ഈ H അല്ല കേട്ടോ, ഈ ഹൈറ്റ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യണമെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഫ്ലൂയിഡ് പാർട്ടിക്കിൾസിനൊക്കെ ഗ്രൗണ്ട് ലെവലിൽ നിന്നും ഒരേ ഹൈറ്റ് ആണ് അല്ലേ. അപ്പോൾ H1 ഈക്വൽ ടു H2 ആണെങ്കിൽ ബെർണോളിസ് തിയറത്തിലെ പൊട്ടൻഷ്യൽ എനർജി ടേം ക്യാൻസൽ ആയി കിട്ടും. ഇതൊക്കെ നമ്മൾ എളുപ്പത്തിന് വേണ്ടി നമ്മൾ കൂടുതൽ എളുപ്പത്താക്കാൻ വേണ്ടി ചെയ്യുന്ന കണ്ടീഷനാണ്. അല്ലെങ്കിൽ എല്ലായിടത്തും നമുക്കിത് പ്രയോഗിക്കാം, പക്ഷെ നമ്മൾ ഈ ഒരു പ്രത്യേക പോയിന്റിൽ മാത്രം ചെയ്യാണ്. കാരണം എന്താ, നമുക്ക് H1 ഈക്വൽ ടു H2 ആക്കിയ ഒരു ടേം പോയി കിട്ടും. അപ്പോൾ എന്തായി, P1 പ്ലസ് ഹാഫ് റോ V1 സ്ക്വയർ ഇസ് ഈക്വൽ ടു P2 പ്ലസ് ഹാഫ് റോ V2 സ്ക്വയർ. V2 സ്ക്വയർ എന്നുള്ളതിന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി ഉപയോഗിച്ച് V2 ഇസ് ഈക്വൽ ടു A V1 ബൈ സ്മോൾ ലെറ്റർ A ആണ്. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സ്ക്വയർ ഉണ്ടല്ലോ, അതുകൊണ്ടാണ് എന്ത് ചെയ്തത്, ഇവിടെ ഒരു സ്ക്വയർ ടേം വരുന്നത്.
ഇനി എന്ത് ചെയ്യാം, റീഅറേഞ്ച് ചെയ്യാം. P1 minus P2 is equal to half rho V1 square into A by A the whole square minus 1 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ ഒരു പ്രഷർ ഡിഫറൻസ് ഉണ്ട് അല്ലേ. ഈ പ്രഷർ ഡിഫറൻസ് ആണ് എന്ത് ചെയ്യുന്നത്, ഈ യൂട്യൂബിൽ നമ്മളിത് കണ്ടിട്ടുണ്ട്. എവിടെ, ഓപ്പൺ ട്യൂബ് മാനോമീറ്റർ എന്ന് പറഞ്ഞിട്ട് സാധനം നമ്മൾ പ്രഷർ മെഷർ ചെയ്യാൻ വേണ്ടി പഠിച്ചിരുന്നു. അപ്പൊ നോക്കൂ, ഇവിടെ ഒഴുകുന്നത്, ഇവിടെ ഏരിയ കൂടുതലാണ് അല്ലെ. ഏരിയ കൂടുതലാകുമ്പോൾ അവിടെ എന്താണ്, വെലോസിറ്റി കുറവായിരിക്കും. ഇവിടെ ഏരിയ കൂടുതലാണ്. അപ്പൊ നമ്മൾ ഇത് ആദ്യം ഇത് പറയാം. ആദ്യം എങ്ങനെയാണ് ഇത് മെഷർ ചെയ്യുന്നത്, ബാക്കി ഫിസിക്സ് ഒക്കെ അടക്കട്ടെ. എങ്ങനെയാണ് ഇത് മെഷർ ചെയ്യുന്നത്, ഇവിടുത്തെ ലിക്വിഡിന്റെ പ്രഷറിനനുസരിച്ച് എന്ത് ചെയ്യും, ഇതാ ഈ മാനോമീറ്ററിലുള്ള ലിക്വിഡിന്റെ ലെവല് താഴുകയും പൊന്തുകയും ഒക്കെ ചെയ്യും അല്ലെ. ഇവിടുത്തെ പ്രഷറിനനുസരിച്ച് ഇവിടെയുള്ള ലെവൽ ഉണ്ടാകും, ഇവിടെയുള്ള പ്രഷറിനനുസരിച്ച് ഇവിടെയുള്ള ലെവലും ഉണ്ടാവും. ആ രണ്ട് ഹൈറ്റ് ഡിഫറൻസ് തമ്മിലുള്ള ഡിഫറൻസ് ആണ് എന്ത്, എച്ച് അല്ലെ. ഇതാ ഇവിടുന്ന് നേരെ ആക്കിയാൽ ഇതാ ഇവിടുന്ന് തൊട്ടിട്ട് ഇങ്ങോട്ടുള്ള ഹൈറ്റിലുള്ള വ്യത്യാസമാണ് എന്ത്, എച്ച്. അപ്പൊ ഇനി നമ്മൾ മെഷർ ചെയ്യാൻ പോവാണേ. എന്താണ് ചെയ്യാം, ദിസ് പ്രഷർ ഡിഫറൻസ് കോസസ് ഫ്ലൂയിഡ് ഇൻ ദ യൂട്യൂബ് കണക്റ്റഡ് അറ്റ് ദ നാരോ നെക്ക് ടു റൈസ് ഇൻ കമ്പാരിസൺ ടു ദി അതർ ആം. ഡിഫറൻസ് ഇൻ ഹൈറ്റ്, ഇപ്പൊ ഞാൻ പറഞ്ഞ കേസാണ് ഇട്ടത്. ഇവിടെയുള്ള പ്രഷർ കൊണ്ട് ഈ മാനോമീറ്റർ ലിക്വിഡിന്റെ ലെവല് താഴും, ഇവിടെയുള്ള പ്രഷർ കൊണ്ട് മാനോമീറ്റർ ലെവല് ഇങ്ങനെ നിൽക്കും. അത് തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ എന്തെന്ന് എടുക്കുക, ഹൈറ്റ് എച്ച് എന്ന് എടുക്കാം. ഇനി നോക്കാം, P1 minus P2 is equal to rho mgh. rho m എന്ന് പറഞ്ഞാൽ മാനോമീറ്ററിലുള്ള ലിക്വിഡിന്റെ ഡെൻസിറ്റി ആണ്. gh is equal to half, ദ ഈക്വേഷൻ ആണ്, ഹാഫ് റോ V1 സ്ക്വയർ ഇൻറ്റു A minus A the whole square minus 1. ഇനി ഇതിൽ നിന്ന് സ്പീഡ് ഓഫ് ദി ഫ്ലൂയിഡ് ആണല്ലോ നമുക്ക് കിട്ടേണ്ടത്, റേറ്റ് ഓഫ് ഫ്ലോ അല്ലേ. അപ്പൊ സ്പീഡ് ഓഫ് ദി ഫ്ലൂയിഡ്, അതായത് V1 എന്നുള്ള ഇക്വേഷൻ ആണ് നമ്മൾ ഉണ്ടാക്കുന്നത്. V1 is equal to square root of, ഇതൊന്ന് റീഅറേഞ്ച് ചെയ്താൽ മതി. 2 ഇങ്ങോട്ട് പോകും, 2 റോ mgh ബൈ റോ ദി ഹോൾ ഡിവൈഡഡ് ബൈ A by A the whole square minus 1. ഹോൾ ഡിവൈഡഡ് ബൈ എന്നുള്ളതിന് പകരം ഇവിടെ എന്തിട്ടുണ്ട്, റേസ് ടു -1/2 എന്ന് ഈ രണ്ടാമത്തെ ടേമിന് മാത്രം ഇട്ടുണ്ട്. ഈ ഇക്വേഷൻ ഓർത്ത് വെക്കണം കേട്ടോ, പ്രോബ്ലം ചെയ്യാൻ ആവശ്യമുണ്ടാവും. നോക്കാം എന്താണ് ഇതിന്റെ ആപ്ലിക്കേഷൻസ്, നമ്മൾ ഡെയിലി കാണുന്ന ആപ്ലിക്കേഷൻസ്. ആദ്യം ഈ അഞ്ചാമത്തെ ചിത്രമുള്ള ആപ്ലിക്കേഷൻ പറയാട്ടോ. ഇതിന് സ്പ്രേ ഗൺ എന്നാണ് പറയുക. അതായത് ഒരു ഇഞ്ചക്ഷൻ പോലത്തെ ഒരു സിറിഞ്ചിലേക്ക് ആ ഇഞ്ചക്ഷൻ ഇത് മാറ്റിയിട്ട് അതിന്റെ താഴേക്ക് ഒരു ചെറിയ പോട്ട് ഘടിപ്പിച്ചിട്ടുണ്ട്, അതിലേക്ക് ഒരു സ്ട്രോയും ഇട്ടിട്ടുണ്ട്. എന്താണ് സംഭവിക്കുക, നമ്മൾ ഈ പിസ്റ്റണിനകത്തേക്ക് തള്ളുമ്പോൾ ഇവിടെ ഈ നോസിലിന്റെ അവിടെയുള്ള എയറിന് എന്ത് ചെയ്യും, ഇത് പുറത്തേക്ക് തള്ളും അല്ലെ. എയർ വലിയ വെലോസിറ്റിയിൽ പുറത്തേക്ക് പോകുമ്പോൾ ഇവിടെയുള്ള പ്രഷർ കുറയും. അപ്പൊ താഴെ ഉള്ള പ്രഷർ കൂടുതലായിരിക്കും, മുകളിലുള്ള പ്രഷർ കുറയും. അപ്പൊ പ്രഷർ കൂടിയ ഈ ലിക്വിഡ് അകത്തേക്ക് കയറി എങ്ങോട്ട് പോകും, പ്രഷർ കുറഞ്ഞിടത്തേക്ക് പോകും ലിക്വിഡ്. അപ്പോൾ ഓൾറെഡി ആ കാറ്റ് പുറത്തേക്ക് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ലിക്വിഡ് അവിടെ വന്ന് നിൽക്കുമ്പോൾ ആ കാറ്റിന്റെ കൂടെ പുറത്തേക്ക് ആരും കൂടി പോകും, ആ ലിക്വിഡ് സ്പ്രേ ചെയ്യുകയും ചെയ്യും. ലിക്വിഡോ എയറോ എന്തായാലും അത് സ്പ്രേ ചെയ്യും. അതാണ് സ്പ്രേ ഗണ്ണിന്റെ വർക്കിംഗ് പോളിസി. ചിത്രം ഒന്ന് ഓർത്ത് വെക്കണം, ഈ സെന്റൻസ് പഠിക്കണം കേട്ടോ. പിസ്റ്റൺ ഫോഴ്സസ് എയർ at high speed causing a lowering of pressure. ഇത് ആലോചിച്ച് നമുക്ക് അറിയാം, ഇഞ്ചക്ഷൻ അത് നമ്മൾ പിസ്റ്റൺ അമർത്തുമ്പോൾ വളരെ വലിയ സ്പീഡിൽ എയർ പുറത്തേക്ക് പോകും. അപ്പോൾ എയർ വളരെ സ്പീഡ് കൂടുമ്പോൾ അവിടെ പ്രഷർ കുറയും. പ്രഷർ കുറയുമ്പോൾ എന്ത് സംഭവിക്കും, പ്രഷർ കൂടിയ സ്ഥലത്ത് നിന്ന് ലിക്വിഡ് പ്രഷർ കുറഞ്ഞ സ്ഥലത്തേക്ക് ഒഴുകും. അതാണ് എന്ത്, ഈ പുറത്തേക്ക്, അപ്പോൾ ആ എയറിന്റെ കൂടെ അത് പുറത്തേക്ക് തെറിക്കും. ഇതാണ് നമ്മൾ സാധാരണ കാണുന്ന പല ഇതിൽ കണ്ടോ എന്തൊക്കെയാണ് അതിൽ പറയാം. ബൺസൺ ബർണർ എന്ന് പറഞ്ഞാൽ നമ്മളെ ഗ്യാസ് അടുപ്പുകളുടെ ഒക്കെ നടക്കുന്ന പ്രിൻസിപ്പിൾ ഇത് തന്നെയാണ്. പിന്നെ അതുമാതിരി ഗ്യാസ് എങ്ങനെ മുകളിലെത്തുന്നു എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരമാണത്. മറ്റേ സ്പാർക്ക് വേറെ ഉണ്ടാവും കേട്ടോ, ഗ്യാസ് അടുപ്പിലെ സ്പാർക്ക് വേറെ ഉണ്ടാവും. ഗ്യാസ് മുകളിലേക്ക് എത്തുന്ന തത്വമാണ് ഈ പറഞ്ഞത്. പിന്നെ ആറ്റമൈസർ എന്ന് പറഞ്ഞാൽ സ്പ്രേയറുകളാണ്. നിങ്ങൾ ഈ എന്താ പറയാ ഇൻസെക്ടിസൈഡ് നമ്മൾ ഇതിലൊക്കെ ഉപയോഗിക്കൂലേ, ഗാർഡനിലൊക്കെ തോട്ടത്തിലൊക്കെ ഈ കീടങ്ങൾ ഒഴിവാക്കാനൊക്കെ വേണ്ടിയുള്ള സ്പ്രേയറുകൾ, എല്ലാ സ്പ്രേയറുകളും ആറ്റമൈസർ എന്ന് പറയുന്ന അങ്ങനെയുള്ള സാധനമാണ്. അതിലൊക്കെ ഇതേ സാധനം, പെർഫ്യൂംസിൽ ഒക്കെ ഇതേ പ്രിൻസിപ്പിളാണ് ഉപയോഗിക്കുക, ഇത് തന്നെയാണ് ഉപയോഗിക്കുക. അപ്പൊ ഈ ചിത്രവും ഈ വർക്കിംഗ് പ്രിൻസിപ്പിളും നിർബന്ധമായും പഠിച്ചു വെക്കണം. ഇതേ സാധനമാണ് വണ്ടിയുടെ കാർബറേറ്റർ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, കാർബറേറ്റർ എന്ന് പറയുന്ന ഒരു പാർട്ട് ഉണ്ട് നമ്മളെ ഓട്ടോമൊബൈൽ അതില്. അപ്പൊ എന്താണ് സംഭവിക്കുക, അതിലും ഇതേപോലെ തന്നെയാണ്. കാർബറേറ്ററിന് ഒരു നോസിൽ ഉണ്ടാവും. ഈ ചിത്രം കൊണ്ട് പറയുകയാണെങ്കിൽ ഇതുപോലെ ഒരു നോസിൽ ഉണ്ടാവും. എന്നിട്ട് എന്ത് ചെയ്യും, അതിലൂടെ വളരെ വലിയ സ്പീഡിൽ എയർ പുറത്തേക്ക് പോകും.
അപ്പോൾ ആ സ്പീഡിൽ എയർ പുറത്തേക്ക് പോകുമ്പോൾ ആ നോസിലിൽ എന്താവും, നല്ല ഹൈ വെലോസിറ്റി ഉണ്ടാകുമ്പോൾ പ്രഷർ കുറയും. അപ്പോൾ പ്രഷർ കുറയുമ്പോൾ പെട്രോൾ ടാങ്കിൽ നിന്നും ഗ്യാസ് എന്ത് ചെയ്യും, അല്ല പെട്രോൾ എന്ത് ചെയ്യും, അങ്ങോട്ടേക്ക് പ്രഷർ കൂടിയിടത്ത് നിന്നും പ്രഷർ കുറഞ്ഞിടത്തേക്ക് എത്തും. അപ്പൊ ആ പോയിന്റിൽ വെച്ചിട്ടാണ് ആവശ്യമുള്ള എയർ ഈ പെട്രോളിന്റെ കൂടെ മിക്സ് ചെയ്യപ്പെടുന്നത്. അങ്ങനെ അത് എയറും പെട്രോളും കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മുടെ വണ്ടിയുടെ എഞ്ചിനിലൊക്കെ എന്ത് നടക്കുക, കമ്പഷൻ എന്ന് പറയുന്ന ഫ്യൂവലിനെ ഉപയോഗിക്കുന്ന ഒരു പിസ്റ്റണൊക്കെ ഉപയോഗിച്ച് നമ്മൾ അത് അടുത്ത 2 ചാപ്റ്റർ കഴിയുമ്പോൾ നമ്മൾ പഠിക്കാനുണ്ട്. നമുക്ക് വർക്കിംഗ് ഓഫ് കാർ എൻജിൻസ് എന്ന് പറഞ്ഞിട്ടൊരു ഭാഗം നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ അവിടെ നടക്കുന്ന പ്രോസസ്സ് ഇതാണ്. അതായത് വണ്ടിയുടെ ഉള്ളിൽ പെട്രോൾ നേരിട്ടിട്ടല്ല, പെട്രോളിന് എന്ത് ചെയ്യും, എയറുമായിട്ട് മിക്സ് ചെയ്യും. അതിനുശേഷമാണ് അതിനെന്ത് ചെയ്യുക, ഇഗ്നൈറ്റ് ചെയ്യുക. കറക്റ്റ് മിക്സ്ചർ ഓഫ് എയർ ആൻഡ് ഫ്യൂവൽ. അപ്പോൾ ഈ സെന്റൻസുകളൊക്കെ ഒന്ന് ഓർത്തു വെക്കണം, ഇതിന്റെ ഉപയോഗങ്ങൾ ഓർത്തു വെക്കണം. ഈ ചിത്രവും ഈ ഉപയോഗവും കൃത്യമായിട്ട് എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്നുള്ളതും കൃത്യമായിട്ട് പറയണം. കണ്ടോ, ഇവിടെ നോക്കൂ, ഏരിയ കൂടുതലാണ്. എങ്ങനെയാണ് ഈ മെഞ്ചൂരിമീറ്ററിൽ മെഷറിംഗ് നടക്കുന്നത് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റുക വളരെ കൃത്യമായിട്ട്. ഇതാ ഇവിടെ ഏരിയ കൂടുതലാണ്, അപ്പോൾ ഇവിടെ വെലോസിറ്റി കുറവാണ്. വെലോസിറ്റി കുറവാണെന്ന് പറഞ്ഞാൽ പ്രഷർ കൂടുതലാണ്. അപ്പോൾ ഇവിടെ പ്രഷർ കൂടുതലായത് കൊണ്ടാണ് ഈ പോയിന്റ് കണ്ടോ, ഈ മാനോമീറ്റർ ലിക്വിഡ് താഴേക്ക് നിൽക്കുന്നത്. കാരണം ഇവിടുന്ന് ഭയങ്കര തള്ളലുണ്ടാവും. പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താ, മുകളിലുള്ള സാധനത്തിന്റെ വെയിറ്റ് ആണ്. അപ്പോൾ ഇവിടെ പ്രഷർ കൂടുതലാണെന്നുള്ളത് കൊണ്ട് തന്നെ കൂടുതൽ വെയിറ്റ് ഉണ്ടാവും, കൂടുതൽ തള്ളുകയും ചെയ്യും താഴേക്ക് ഈ മാനോമീറ്റർ ലിക്വിഡിനെ. ഇവിടെ നോക്കൂ, ഏരിയ കുറവാണ്, അപ്പൊ വെലോസിറ്റി കൂടുതലാണ്. എ വി ഇസ് എ കോൺസ്റ്റന്റ് അല്ല, അപ്പൊ വെലോസിറ്റി കൂടുതലാണ്. വെലോസിറ്റി കൂടുതൽ എന്ന് പറഞ്ഞാൽ പ്രഷർ കുറവാണ്. പ്രഷർ കുറയുമ്പോൾ കണ്ടോ, അത്ര ചെറിയ തള്ളലേ ഉണ്ടാവുള്ളൂ. അപ്പൊ മാനോമീറ്റർ ലിക്വിഡ് ഹൈ ആയിരിക്കും ആ ഭാഗത്ത്. ഇനി ബ്ലഡ് ഫ്ലോയും ഹാർട്ട് അറ്റാക്കും അതും നമുക്ക് ഇതുപോലെ ബെർണോളിസ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. എന്താണ്, നമ്മൾ ഈ കൊഴുപ്പ് അടിഞ്ഞുകൂടും അല്ലെ, ആർട്ടറിയിൽ കണ്ടോ, കൺസ്ട്രിക്റ്റഡ് ഡ്യൂ ടു അക്യുമുലേഷൻ ഓഫ് പ്ലാക്ക് എന്ന് പറഞ്ഞാൽ ഈ കൊഴുപ്പ് അടിഞ്ഞുകൂടിയിട്ട് നമ്മുടെ ഈ രക്തക്കുഴലുകളിലൊക്കെ അത് അടിഞ്ഞുകൂടിയിട്ട് രക്തത്തിന് ഒഴുകാനുള്ള സ്ഥലം കുറയും. അതായത് ഏരിയ കുറഞ്ഞു എന്നാണ് അർത്ഥം. ഏരിയ കുറഞ്ഞാൽ അവിടെ ബ്ലഡ് എന്ത് ചെയ്യും, കൂടുതൽ വെലോസിറ്റിയോട് കൂടി ഒഴുകും. അപ്പൊ കൂടുതൽ വെലോസിറ്റിയോട് കൂടി അവിടെ ബ്ലഡ് ഒഴുകുമ്പോൾ അവിടുത്തെ പ്രഷർ കുറയും. ആ പോയിന്റില്, ഈ കൊഴുപ്പടിഞ്ഞു കൂടിയ പോയിന്റിൽ ഏരിയ കുറയും. ഏരിയ കുറയുമ്പോൾ കൂടുതൽ വലിയ വെലോസിറ്റിയോട് കൂടി അതിലൂടെ ബ്ലഡ് ഒഴുകും. വലിയ വെലോസിറ്റിയിൽ അവിടെ ബ്ലഡ് ഒഴുകുമ്പോൾ ആ പോയിന്റിൽ പ്രഷർ കുറയും. അപ്പൊ ഇന്റേണൽ പ്രഷർ വളരെ കുറയുമ്പോൾ എക്സ്റ്റേണൽ പ്രഷർ, പുറമേ നിന്നുള്ള ബാക്കിയുള്ള ബാക്കി ഇതൊക്കെ ഉണ്ടല്ലോ, ഈ ആർട്ടറിക്ക് ചുറ്റുമുള്ള ബാക്കിയുള്ള പ്രഷർ കൂടുതലായിരിക്കും ഉള്ളിലുള്ള പ്രഷർ നോക്കുമ്പോൾ. അപ്പൊ അവരെന്ത് ചെയ്യും, ഇതിനങ്ങോട്ട് അമർത്തും. അങ്ങനെ അമർത്തുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്, വീണ്ടും വീണ്ടും ഹൃദയം കൂടുതൽ കൂടുതൽ പണിയെടുക്കും രക്തത്തിനെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിടാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ അമരുമ്പോൾ പിന്നെ അവിടെ ഒരു ബ്ലോക്ക് ആയില്ലേ, അപ്പൊ അത് തുറക്കാൻ വേണ്ടി ഹൃദയം കൂടുതൽ കൂടുതൽ പണിയെടുക്കും. അപ്പൊ കൂടുതൽ കൂടുതൽ പണിയെടുക്കുക എന്ന് പറഞ്ഞാൽ കൂടുതൽ വെലോസിറ്റി കൂടും. വെലോസിറ്റി കൂടുമ്പോൾ ആ പോയിന്റിൽ എന്ത് സംഭവിക്കും, പ്രഷർ പിന്നെയും പിന്നെയും കുറയും. വീണ്ടും വീണ്ടും എന്ത് സംഭവിക്കും, എക്സ്റ്റേണൽ പ്രഷർ ഇന്റേണൽ പ്രഷറിനേക്കാളും കുറയും. അപ്പോൾ അങ്ങനെ അമർന്ന് അവിടെ എന്ത് സംഭവിക്കും, റിപ്പീറ്റ് കൊലാപ്സ്, പൊട്ടിപ്പോവുക സംഭവിക്കും. അതാണ് എന്തിലേക്ക് നയിക്കുക, ഹാർട്ട് അറ്റാക്കിലേക്ക് നയിക്കുക. അതൊന്ന് വായിച്ച് ഒന്ന് മനസ്സിലാക്കിക്കണമെന്നല്ല കേട്ടോ. ആർട്ടറി മേ ഗെറ്റ് കൺസ്ട്രിക്റ്റഡ് ഡ്യൂ ടു അക്യുമുലേഷൻ ഓഫ് പ്ലാക്ക്, കൊഴുപ്പടിഞ്ഞു കൂടുന്നു. അപ്പോൾ ബ്ലഡ് അതിലൂടെ കടത്തി വിടാൻ വേണ്ടിയിട്ട് ഹാർട്ട് കൂടുതൽ പണിയെടുക്കും. അപ്പൊ ഹാർട്ട് കൂടുതൽ പണിയെടുക്കുമ്പോൾ സ്പീഡ് ഓഫ് ഫ്ലോ ഇൻക്രീസ് ചെയ്യും. സ്പീഡ് ഓഫ് ഫ്ലോ ഇതിലൂടെ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് അവിടുത്തെ പ്രഷർ കുറഞ്ഞു കുറഞ്ഞു വരും. അപ്പൊ എന്താവും, ഇന്റേണൽ പ്രഷർ വിൽ ബി മച്ച് ലോ ദാൻ എക്സ്റ്റേണൽ പ്രഷർ. അപ്പോൾ വീണ്ടും എന്ത് സംഭവിക്കും, ആർട്ടറിനെ പിന്നെയും പുറമേ നിന്ന് ഇങ്ങനെ അമർത്തും. ആ ആർട്ടറിയെ വീണ്ടും വീണ്ടും പുറത്തുനിന്ന് കൂടുതൽ കൂടുതൽ അമർത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ വീണ്ടും ഹൃദയം പണിയെടുക്കും, വീണ്ടും ബ്ലഡ് അങ്ങോട്ടേക്ക് ഇരച്ചെത്തും, വീണ്ടും വെലോസിറ്റി കൂട്ടാനുള്ള ശ്രമം നടത്തും, വീണ്ടും പ്രഷർ കുറയും, വീണ്ടും ഇന്റേണൽ പ്രഷർ കുറയുകയും എക്സ്റ്റേണൽ പ്രഷർ കൂടുകയും ചെയ്യും. അപ്പം അതിനെ ഞെക്കി പൊട്ടിക്കുക എന്നൊക്കെ പറയില്ല നമ്മൾ, ആ സാധനം സംഭവിക്കും. അങ്ങനെയാണ് റിപ്പീറ്റഡ് കൊലാപ്സ് നടക്കുന്നത്. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഹാർട്ട് അറ്റാക്ക്. അപ്പൊ ആ ഹാർട്ടിന് ആ ബ്ലോക്ക് അവിടെ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ താങ്ങാൻ കഴിയില്ല, റിപ്പയർ ചെയ്യാനും കഴിയില്ല, പൊട്ടിയും കഴിഞ്ഞു, പിന്നെ എന്തായി, ഹാർട്ട് ഫെയിലിയർ ആയി. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഹാർട്ട് അറ്റാക്ക് എന്ന് വിളിക്കുക. അടുത്ത് ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് ആണ്, ഡൈനാമിക് ലിഫ്റ്റ്. ഡൈനാമിക് ലിഫ്റ്റ് ഇസ് ദ ഫോഴ്സ് ദാറ്റ് ആക്ട്സ് ഓൺ എ ബോഡി. അതായത് ലിഫ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, ഏകദേശം പറക്കുന്ന അല്ലെങ്കിൽ നിലത്തില്ലാത്തൊരു പരിപാടിയാണ് ഈ ലിഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ പറക്കുന്ന അതിന് അർത്ഥത്തിലാണ് നമ്മളിവിടെ ലിഫ്റ്റ് എന്ന് ഉപയോഗിക്കുന്നത്. അപ്പൊ എയറോപ്ലെയിന്, പിന്നെ ഹൈഡ്രോഫോയിൽ എന്നൊക്കെ പറയുന്ന സ്പിന്നിങ് ബോള്, അതൊക്കെ
എയറിലൂടെ പറക്കുകയാണ് ചെയ്യുക അല്ലേ. അപ്പോൾ അതിനൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാം. അതായത് എങ്ങനെയാണ് നമ്മൾ കൺട്രോൾ ചെയ്യാൻ പോകണമെന്ന് നോക്കിക്കോളൂ. ഈ ബോളുകൾ നമുക്ക് ക്രിക്കറ്റിൽ, ടെന്നീസ്, ബേസ്ബോൾ, ഗൾഫ് അവിടെയൊക്കെ ഇത്തരം ബോളുകൾ പാരബോളിക് ട്രജക്ടറി. ഇപ്പോൾ ഒരു ക്രിക്കറ്റ് എടുക്കാം ഉദാഹരണം, നിങ്ങൾ എല്ലാവരും ഒന്ന് കണ്ടിട്ടെങ്കിലും ഉണ്ടാവുമല്ലോ. അപ്പോൾ ബോൾ എറിയുന്നു. അപ്പോൾ സാധാരണഗതിയിൽ എറിയുകയാണെങ്കിൽ പാരബോളിക് പാത്താണ് ഉണ്ടാവുക അല്ലേ. അപ്പോൾ വളരെ കൃത്യമായിട്ട് നമ്മൾ ഏറ്റവും മിനിമം കണ്ടീഷൻ എടുക്കാം. നല്ലൊരു ബോളറാണ്, അവൻ വളരെ നന്നായിട്ട് അയാൾ ബോൾ എറിയണം, സ്പിന്നൊന്നും ചെയ്യില്ല. സ്പിൻ ചെയ്യാന്ന് പറഞ്ഞാൽ ബോൾ ഇങ്ങനെ കറക്കുക കേട്ടോ, അതൊന്നും ചെയ്യില്ല, വെറുതെ ബോൾ പിടിച്ചിട്ട് ബോൾ എറിയുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇതാ ആ ബോള് എയറാണ് ഈ ചുറ്റും കാണിച്ചിട്ടുള്ളത്, എയറിന്റെ ലെയറുകളാണ്. ആ ബോളിന്റെ ചുറ്റും മുകളിലും താഴെ ഒരുപോലെ എയറിന്റെ വ്യത്യസ്ത ലെയറുകൾ കാണാം. കണ്ടോ, നല്ല അടുക്കോടും ചിട്ടയോടും കൂടി. കാരണം ബോൾ നല്ല കുട്ടിയാണ്, ബോൾ വളരെ നന്നായിട്ട് തിരിയൊന്നും ചെയ്യാതെ ഇങ്ങനെ ഒരേപോലെ പോവാണ്. അപ്പൊ അത് എയറിനെ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. മുകളിലും താഴെ ഒരുപോലെ എയറിന്റെ ലെയേഴ്സ് ഉണ്ടാവും. അതാണ് ഈ പറഞ്ഞിട്ടുള്ള സെന്റൻസ്. കണ്ട, ബോൾ മൂവിങ് വിത്തൗട്ട് എ സ്പിൻ. ഒരേപോലത്തെ സിമെട്രി ഓഫ് സ്ട്രീം ലൈൻസ് ഉണ്ടാവും, എയറിന്റെ ഒരുപോലെ സ്ട്രീം ലൈൻസ് ഉണ്ടാവും. അപ്പോൾ മുകളിലും താഴെയും ഈ എയറിന് ഒരേ വെലോസിറ്റി ഉണ്ടാവും, അതുകൊണ്ട് പ്രഷർ ഡിഫറൻസ് ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് ഈ ബോളിന്റെ മുകളിൽ അപ്വേർഡ് ആയിട്ടുള്ള ഫോഴ്സോ ഡൗൺവേർഡ് ആയിട്ടുള്ള ഫോഴ്സോ ഉണ്ടാവുന്നില്ല. ബോൾ വെറും ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി മാത്രം പോവാണ്. അപ്പൊ എന്ത് ചെയ്യും, പാരാബോളിക് പാത്തിൽ ബോള് പോകും. ഇനി ബോൾ മൂവിങ് വിത്ത് സ്പിൻ ആണെങ്കിലോ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചില സ്പിൻ ബോളേഴ്സ് ഒക്കെ അല്ലെ, ബോൾ ഇങ്ങനെ കയ്യിലിട്ട് തിരിച്ചിട്ടാണ് എന്ത് ചെയ്യുക, എറിയുക. അപ്പൊ ഈ ബോൾ ഇങ്ങനെ തിരിഞ്ഞിട്ടാണ് ഈ എയറിലൂടെ ബോൾ പോവുക. ബോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു റഫ് സർഫസ് ആണ് ഉണ്ടാവുക. അപ്പൊ ഈ ബോൾ ഇങ്ങനെ തിരിയുമ്പോൾ ബോളുമായി ചേർന്ന് നിൽക്കുന്ന എയറിന്റെ ആ ലെയേഴ്സ് ഒക്കെ അതിന്റെ കൂടെ തിരിയാൻ തുടങ്ങും. മനസ്സിലായില്ലേ? അപ്പോ ആ കൂടെ തിരിയുക എന്ന് പറഞ്ഞാൽ മുകൾ ഭാഗത്തുള്ള എയർ ലെയേഴ്സിന്റെ എണ്ണവും താഴെയുള്ള എയർ ലെയേഴ്സിന്റെ എണ്ണത്തിലും വ്യത്യാസം ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് എന്ത് സംഭവിക്കും, എയറിന്റെ വെലോസിറ്റിയിൽ വ്യത്യാസം ഉണ്ടാവും, പ്രഷറിൽ വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ട് ഒരു ഫോഴ്സ് ഈ ബോളിന്റെ മുകളിൽ ആക്ട് ചെയ്യും. നമുക്ക് നോക്കാം. ഇതാ നോക്കോളൂ, ബോള് സ്പിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ് ഡ്രാഗ്സ് എയർ അലോങ് വിത്ത് ഇറ്റ്. അപ്പൊ ഇഫ് സർഫസ് ഇസ് റഫ്, മോർ എയർ വിൽ ബി ഡ്രാഗ്ഡ്. ഇതാണ് ആ ചിത്രം. കണ്ടോ, നേരത്തെ ചിത്രം പോലെയല്ല. മുകളിൽ കൂടുതൽ ലെയേഴ്സ് ഉണ്ട്, താഴെ കുറച്ചേ ഉള്ളൂ. അപ്പൊ മുകളിൽ കൂടുതൽ വെലോസിറ്റി ഉണ്ട്, താഴെ കുറച്ച് വെലോസിറ്റി ഉണ്ടാവുള്ളൂ. അപ്പൊ അതിനനുസരിച്ച് പ്രഷർ ഡിഫറൻസ് ഉണ്ടാവും. നോക്കാം. The ball is moving forward and related to it the air is moving backwards. അതുകൊണ്ട് velocity of the air above the ball is larger than velocity small below it. അത് നമുക്ക് ഓർത്താൻ മനസ്സിലാവും. കാരണം സ്പിൻ ചെയ്യുമ്പോൾ സ്പിൻ ചെയ്യുന്ന ആ ഡയറക്ഷനിൽ ആ മുകൾ ഭാഗത്തുള്ള എയറിന് ആ സ്പിന്നിന്റെ അതേ ഡയറക്ഷൻ ഉണ്ടാവുക, താഴെയുള്ള എയറിന് സ്പിന്നിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഉണ്ടാവുക. മനസ്സിലായില്ലേ? ബോൾ ഇപ്പോൾ കാറ്റ് ഇപ്പോൾ ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലേക്ക് അടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ബോൾ സ്പിൻ ചെയ്യുന്നത് മുകൾ ഭാഗത്ത് ഈസ്റ്റ് ഡയറക്ഷനിലാണ്, ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലേക്ക് തന്നെയാണ്. അപ്പോൾ വെലോസിറ്റി കൂടും. താഴെ ഭാഗത്ത് ബോൾ സ്പിൻ ചെയ്യുന്നത് വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലേക്കാണ്. അപ്പോൾ ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലേക്ക് ഒഴുകുന്ന കാറ്റിന്റെ സ്പീഡ് വെലോസിറ്റി താഴെ ഭാഗത്ത് എന്ത് ചെയ്യും, കുറയും. അതുകൊണ്ട് എന്ത് സംഭവിക്കും, വെലോസിറ്റി അപ്പർ ഭാഗത്ത് വെലോസിറ്റി കൂടുതലായിരിക്കും, ലോവർ ഭാഗത്ത് വെലോസിറ്റി കുറവായിരിക്കും. അതുകൊണ്ട് അപ്പർ ഭാഗത്ത് പ്രഷർ കുറവായിരിക്കും, ലോവർ ഭാഗത്ത് പ്രഷർ കൂടുതലായിരിക്കും. അപ്പൊ പ്രഷർ കൂടുതലുള്ളിടത്ത് നിന്ന് കുറവുള്ളിടത്തേക്ക് ഒരു തിക്കൽ ഉണ്ടാവും, അപ്പൊ ഫോഴ്സ് ഉണ്ടാവും അല്ലെ. അപ്പൊ ഫോഴ്സ് താഴത്ത് നിന്ന് മുകൾ ഭാഗത്തേക്ക് ഒരു ഫോഴ്സ് ഉണ്ടാവും, ഒരു നെറ്റ് അപ്വേർഡ് ഫോഴ്സ് ഉണ്ടാവും. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, മാഗ്നസ് ഇഫക്റ്റ് എന്ന് വിളിക്കുക. സോ ഡിഫറൻസ് ഇൻ വെലോസിറ്റീസ് ഓഫ് എയർ causes pressure difference between lower and upper phases, and there is a net upward force on the ball. This dynamic lift due to spinning is called Magnus effect. നേരത്തെ വേറൊരു ഫോഴ്സും ഇല്ല, ഗ്രാവിറ്റേഷൻ ഫോഴ്സ് മാത്രം ആക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ബോളിന് സ്പിൻ ചെയ്യുമ്പോൾ മുകളിലും താഴെയും വെലോസിറ്റിക്ക് വ്യത്യാസം ഉണ്ടാവും, പ്രഷറിന് വ്യത്യാസം ഉണ്ടാവും. മുകളിൽ വെലോസിറ്റി കൂടുതലാണ്, താഴെ വെലോസിറ്റി കുറവാണ്. അപ്പൊ മുകളിലെ പ്രഷർ കുറവാണ്, താഴെ പ്രഷർ കൂടുതലാണ്. അപ്പൊ എന്ത് ചെയ്യും, താഴെ നിന്നും മുകളിലേക്ക് പ്രഷർ കുറഞ്ഞിടത്ത് നിന്നും പ്രഷർ കൂടിയിടത്ത് നിന്നും കുറഞ്ഞിടത്തേക്ക് ഒരു തള്ളൽ ഉണ്ടാവും അല്ലെ. അതിനെയാണ് നമ്മൾ നെറ്റ് അപ്വേർഡ് ഫോഴ്സ് എന്ന് വിളിച്ചത്. അപ്പൊ ഗ്രാവിറ്റേഷൻ ഫോഴ്സിന്റെ കൂടെ ഈ എയർ ലെയേഴ്സിന്റെ ഒരു നെറ്റ് അപ്വേർഡ് ഫോഴ്സും കൂടി ഈ ബോളിന്റെ മുകളിൽ ആക്ട് ചെയ്യും. അപ്പൊ ഈ ബോള് ആ ബാറ്റ്സ്മാൻ വിചാരിക്കണ മാതിരി അല്ല വരിക. ആ ബോളിന് ബാറ്റ്സ്മാൻ ഏകദേശം ഗ്രാവിറ്റേഷൻ വെച്ച് കണക്ക് കൂട്ടുന്നത് പോലെയല്ല, സ്പിന്നിന്റെ സ്പീഡിനനുസരിച്ച് എന്ത് സംഭവിക്കും, ഈ അപ്വേർഡ് ഫോഴ്സ് കൂടും. അപ്പൊ അയാൾ വിചാരിക്കുന്നിടത്ത് വെച്ചിട്ട് അയാൾക്ക് അത് അടിക്കാൻ കഴിയില്ല. അങ്ങനെ ഈ ഡൈനാമിക് ലിഫ്റ്റ്, ഈ അപ്വേർഡ് ലിഫ്റ്റ് ഡ്യൂ ടു സ്പിന്നിങ്, ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, മാഗ്നസ് ഇഫക്റ്റ് എന്ന് വിളിക്കുക. ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൺസെപ്റ്റുകളാണ് കേട്ടോ. ഇത് തന്നെയാണ് വിമാനത്തിന്റെ ചിറകിലുണ്ടാവുക, എയറോഫോയിൽ ഓർ എയർക്രാഫ്റ്റ്
ഈ ഷേപ്പിനെയാണ് എയറോഫോയിൽ എന്ന് വിളിക്കുക. ഇതെന്താ വെച്ചാൽ വിമാനത്തിന് രണ്ട് ചിറക് കണ്ടിട്ടുണ്ടാവും, നമ്മൾ രണ്ട് സൈഡിൽ വലിയ രണ്ട് ചിറക്, ആ ചിറകിനെ നടു ഇങ്ങനെ മുറിച്ചിട്ടുണ്ടെങ്കിൽ ഇതാ ഇങ്ങനെ ഉണ്ടാവുക. അതായത് ക്രോസ് സെക്ഷൻ ഷേപ്പ് ഇതാ, ഈ പറഞ്ഞ ക്രോസ് സെക്ഷൻ ഷേപ്പാണ് ഉണ്ടാവുക. അതിനൊരു പ്രത്യേക ഷേപ്പ് ഉണ്ട്, കൃത്യമായിട്ട് സ്ക്വയർ അല്ല, അല്ലെങ്കിൽ കൃത്യമായിട്ട് സർക്കിളും അല്ല. അപ്പൊ അതുകൊണ്ട് ഇതിന് വേണ്ടി പ്രത്യേക ഷേപ്പാണുള്ളത്. അതിന്റെ ഒരു പ്രത്യേക ഷേപ്പ് കൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഇഫക്റ്റ് ഉണ്ടാവും ഇതിന്. അതായത് ഇപ്പോൾ വിമാനം ഈസ്റ്റിൽ നിന്നും വെസ്റ്റിലേക്ക് പോവുകയാണ്, കാറ്റും ഈസ്റ്റിൽ നിന്നും വെസ്റ്റിലേക്ക് പോവുകയാണെങ്കിൽ മുകൾ ഭാഗത്ത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കാറ്റും കാറ്റിന്റെ ഡയറക്ഷനും വിമാനത്തിന്റെ ഡയറക്ഷനും സെയിം ആണ്. താഴെ ഭാഗത്ത് ഈ ഇതിന്റെ താഴെ ഭാഗത്ത് എന്ത് സംഭവിക്കും? ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഉണ്ടാവുക. നോക്കാം. എയറോഫോയിൽ എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഷേപ്പാണ്, സോളിഡ് പീസ് ഷേപ്പ്ഡ്, കണ്ടോ, ടു പ്രൊവൈഡ് ആൻ അപ്വേർഡ് ഡൈനാമിക് ലിഫ്റ്റ്. നമ്മൾ നേരത്തെ ബോളിന്റെ കേസ് പറഞ്ഞത് തന്നെയാണ് കേട്ടോ ഇവിടെ സംഭവിക്കുക. ഇറ്റ് മൂവ്സ് ഹൊറിസോണ്ടലി ത്രൂ എയർ. ക്രോസ് സെക്ഷൻ ഓഫ് ദ വിങ് ഓഫ് ആൻ എയറോപ്ലെയിൻ ലുക്സ് ലൈക്ക്, ഈ ചിത്രത്തിൽ കാണുന്ന പോലെ ഉണ്ടാവും. അതിൽ ചുറ്റും സ്ട്രീം ലൈൻസും ഉണ്ടാവും. എയറോഫോയിൽ എഗെയിൻസ്റ്റ് ദ വിൻഡ് മൂവ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഓറിയന്റേഷൻ ഓഫ് ദ വിൻഡ് റിലേറ്റീവ് ടു ഫ്ലോ ഡയറക്ഷൻ. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതുമാതിരി വിൻഡിന്റെ ഡയറക്ഷനും എയറോപ്ലെയിനിന്റെ ഡയറക്ഷനും തമ്മിലുള്ള ഒരു ഇതാണിത്. ഡയറക്ഷൻ കോസസ് സ്ട്രീം ലൈൻസ് ടു ക്രൗഡ് ടുഗെദർ. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ മുകൾ ഭാഗത്ത് കൂടുതൽ സ്ട്രീം ലൈൻസ് ഉണ്ടാവും, താഴെ ഭാഗത്ത് കുറഞ്ഞ നമ്പർ ഓഫ് സ്ട്രീം ലൈൻസ് ഓഫ് എയറും ഉണ്ടാവും. അപ്പൊ മുകൾ ഭാഗത്ത് കൂടുതൽ സ്ട്രീം ലൈൻസ് ഉണ്ടാവും എന്ന് പറഞ്ഞാൽ കൂടിയ വെലോസിറ്റി ഉണ്ടാവും, കുറഞ്ഞ പ്രഷർ ഉണ്ടാവും. താഴെ ഭാഗത്ത് കുറവ് സ്ട്രീം ലൈൻസ്, കുറഞ്ഞ വെലോസിറ്റി, കൂടിയ പ്രഷർ. അപ്പൊ കൂടിയ പ്രഷറിൽ നിന്നും കുറഞ്ഞ പ്രഷറിലേക്ക് ഒരു തള്ളൽ ഉണ്ടാവും. അതിനെയാണ് അപ്വേർഡ് ലിഫ്റ്റ് എന്ന് പറയാം. There is an upward force resulting in a dynamic lift of the wings and this balances the weight of the plane. അതുകൊണ്ടാണ് അത്രയും വലിയ പ്ലെയിനിന്റെ അത്രയും വലിയ ഭാരത്തിനെയൊക്കെ ഇങ്ങനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി, ഈ ഒരു ഇതൊക്കെ വെച്ച് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് അങ്ങനത്തെ സ്പെഷ്യൽ ഷേപ്പുകൾ ഉണ്ടാക്കിയിട്ടുള്ളത് വിമാനത്തിനൊക്കെ, വിമാനത്തിന്റെ ചിറകുകൾക്ക്. ഇത് നമ്മൾ നേരത്തെ ആ പന്തിന്റെ കേസിൽ പഠിച്ച അതേ കാര്യം തന്നെയാണ്. ബോൾ എന്നുള്ളത് മാറ്റിയിട്ട് വിമാനത്തിന്റെ ചിറകാക്കണം എന്ന് മാത്രം. എയറോഫോയിൽ എന്നാണ് ഷേപ്പിന് പറയുക. അപ്പം വളരെ കൃത്യമായിട്ട് രണ്ട് കൺസെപ്റ്റുകൾ ഓർത്ത് വെക്കണം, ഒരേപോലെ തന്നെ അങ്ങോട്ട് ഓർത്താൽ മതി. ഇനി പ്രോബ്ലംസ്, ഇതിനുള്ള പ്രോബ്ലംസ് ഒക്കെ കുറച്ച് സ്റ്റാൻഡേർഡ് ഉള്ള പ്രോബ്ലംസ് ആണ് കേട്ടോ, കാരണം ഇക്വേഷൻസ് കുറച്ച് വലുതായതുകൊണ്ടാണ്. Flow of blood in a large artery of an anesthetized dog is diverted through a venturi meter. ഒരു നായക്ക് എന്തോ അസുഖമാകുന്നു, അതിനെ അനസ്തേഷ്യ ചെയ്യുന്നു, അതിന്റെ ബ്ലഡ് ഫ്ലോ മെഷർ ചെയ്യാൻ വേണ്ടി ഒരു വെഞ്ചൂറി മീറ്ററിലൂടെ അതിനെ കണക്ട് ചെയ്യുന്നു. അപ്പോൾ വൈഡർ പാർട്ട് ഓഫ് ദ മീറ്റർ ഹാസ് എ ക്രോസ് സെക്ഷണൽ ഏരിയ. പിന്നെ നമ്മൾ പറയുന്നത് വെഞ്ചൂറി മീറ്ററിനെ പറ്റിയിട്ടാണ്. വെഞ്ചൂറി മീറ്ററിന്റെ വലിയ ഏരിയ എന്ന് പറയുന്നത് ക്യാപിറ്റൽ 8 മില്ലിമീറ്റർ സ്ക്വയർ ആണ്. സ്മോൾ ഏരിയ എന്ന് പറയുന്നത് 4 മില്ലിമീറ്റർ സ്ക്വയർ ആണ്. പ്രഷർ ഡ്രോപ്പ് ഇൻ ദി ആർട്ടറി ഈസ് 24 പാസ്കൽ. അതായത് നായയുടെ ബ്ലഡിന്റെ പ്രഷർ ഡ്രോപ്പ് ആണ് കേട്ടോ, ആർട്ടറിയിലുള്ള പ്രഷർ ഡ്രോപ്പ് ആണ് പറയുന്നത് 24 പാസ്കൽ. വാട്ട് ഈസ് ദ സ്പീഡ് ഓഫ് ദി ബ്ലഡ് ഇൻ ദി ആർട്ടറി? അതാണ് നമ്മൾ വെഞ്ചൂറി മീറ്റർ വെച്ച് മെഷർ ചെയ്യാൻ പോകുന്നത്. അതിന് നമ്മൾ ബ്ലഡിന്റെ ഡെൻസിറ്റി ക്വസ്റ്റ്യനിൽ തരും. 1.06 × 10⁻³ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ്. റേഷ്യോ ഓഫ് ഏരിയ തന്നിട്ടുണ്ട്, A/A is equal to 2. എന്താണ്? 8/4 ആണ്. അപ്പൊ 2. V1 ഇക്വേഷൻ എന്താണ്? V1 is equal to square root of 2 ρm GH by rho into A/A the whole square minus 1 raised to minus 1/2. ഇവിടെ റോ എം എന്ന് പറയുന്നത് മാനോമീറ്റർ ലിക്വിഡിലെ ഡെൻസിറ്റിയാണ്. റോ എന്ന് പറയുന്നത് ആ ഒഴുകുന്ന ഫ്ലൂയിഡിന്റെ ഡെൻസിറ്റിയാണ്, അല്ലേ? അപ്പോൾ ഇവിടെ പക്ഷേ മാനോമീറ്റർ ലിക്വിഡിന്റെ ഡെൻസിറ്റി തന്നിട്ടില്ല. എന്ത് തന്നിട്ടുണ്ട്? ഒഴുകുന്ന ബ്ലഡിന്റെ ഡെൻസിറ്റി നമുക്ക് തരും, പ്രോബ്ലത്തിൽ തരും. പക്ഷെ മാനോമീറ്റർ ലിക്വിഡിന്റെ ഡെൻസിറ്റി തന്നിട്ടില്ല. പകരം എന്താ തന്നത്? പ്രഷർ ഡ്രോപ്പാ തന്നത്. അതായത് ആ ഹൈറ്റ് ഡിഫറൻസ് ഉണ്ടല്ലോ, ആ മാനോമീറ്ററിന്റെ ഉള്ള ആ ഹൈറ്റ് ഡിഫറൻസ് തന്നിട്ടില്ല. പകരം പ്രഷർ ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? P2 - P1 = H ρg. അതാണ് മാനോമീറ്ററിന്റെ ഇക്വേഷൻ. അവിടെ ഈ P2 - P1 ആണ് തന്നത്. പക്ഷെ ഇവിടെ ഇക്വേഷനിലുള്ള നോക്കൂ, H ρg ആണ് ഇക്വേഷനിലുള്ള. അപ്പൊ ഈ H ρgക്ക് പകരം എന്തെടുക്കണം? P2 - P1 എന്നെടുക്കണം. അപ്പൊ അതാണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത്. അതൊന്ന് ശ്രദ്ധിക്കണം. H ρg P2 - P1 പ്രഷർ ഡിഫറൻസ്, മാനോമീറ്റർ ട്യൂബിലുള്ള പ്രഷർ ഡിഫറൻസ് P2 - P1 = H ρg എന്ന് ഓർമ്മ വേണം. ആ H ρg എന്നുള്ള ഇക്വേഷനിലുള്ള മാറ്റിയിട്ട് P2 - P1 ആക്കണം. അപ്പോൾ പിന്നെ പ്രശ്നമൊന്നുമില്ല. സ്ക്വയർ റൂട്ട് ഓഫ് 2 × P2 - P1 ആണ് 24 പാസ്കൽ എന്ന് തന്നത്, ബൈ റോ ബ്ലഡിന്റെ ഡെൻസിറ്റി
തന്നെയാണിത് 1.06 into 10⁻³ ഒന്ന് മാറ്റി എഴുതിയെന്നേ ഉള്ളൂ. ഇൻറ്റു 2 സ്ക്വയർ മൈനസ് 1 ചെയ്താൽ 0.123 മീറ്റർ/സെക്കൻഡ് എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് ആ നായയുടെ ബ്ലഡിൻ്റെ ഫ്ലോ റേറ്റ്. ഇത്രയും വേഗത്തിലാണ് അത് ഒരു സെക്കൻഡിൽ 0.123 മീറ്റർ ആണത് സഞ്ചരിക്കുന്നത്. ഈ പ്രോബ്ലം കുറച്ച് മാത്തമാറ്റിക്കലി ചെയ്യാനുള്ള പ്രോബ്ലം ആണ്. നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ഇനി ചെയ്യാൻ കഴിയില്ലെങ്കിൽ വിട്ടേക്കൂ. കാരണം ഓപ്ഷൻസ് ഉണ്ടാവും ക്വസ്റ്റ്യൻ പേപ്പറിൽ. അതുകൊണ്ട് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക. കഴിയുന്ന കുട്ടികളൊക്കെ ചെയ്തോട്ടെ. കുറച്ച് പേർക്ക് കഴിയുന്നില്ലെങ്കിൽ അവരെ പറ്റി മാത്രമാണ് പറഞ്ഞത്. A fully loaded Boeing aircraft has a mass of 3.3 into 10⁵ kilogram. Its total wing area is 500 meters square. It is in level flight with a speed of 960 km/h. Estimate the pressure difference between the lower and upper surfaces of the wings. ആദ്യം അത് പറയാം. എന്തൊക്കെ തന്നിട്ടുണ്ട്? പ്രഷർ ഡിഫറൻസ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത് അല്ലേ? പ്രഷർ ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെൽറ്റ പി ആണെന്ന് വിചാരിക്കും. വെയിറ്റ് ഓഫ് ദ ബോയിങ് ബാലൻസ്ഡ് ബൈ ദി അപ്വേർഡ് ഫോഴ്സ് ഡ്യൂ ടു ദി പ്രഷർ ഡിഫറൻസ്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടു ഒരു പ്രഷർ ഡിഫറൻസ് ഉണ്ടാവും മുകളിലും താഴെ P2 - P1. ആ P2 - P1 ആണ് മുകളിലേക്കുള്ള ലിഫ്റ്റ് അല്ലെങ്കിൽ ഫോഴ്സ് കൊടുക്കുന്നത്. സോ പ്രഷർ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ എന്നുള്ള ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് ഫോഴ്സ് ഈസ് ഈക്വൽ ടു പ്രഷർ ഇൻറ്റു ഏരിയ. ഇതാണ് കണ്ടോ, ആ ഡെൽറ്റ പി ഇൻറ്റു ഏരിയ ഈസ് ഈക്വൽ ടു ആ ഫോഴ്സ് മാസ് ഇൻറ്റു ഫോഴ്സ്. എങ്ങനെ കിട്ടും? മാസ് തന്നിട്ടുണ്ട്. മാസ് ഇൻറ്റു ഫോഴ്സ് ഈസ് ഈക്വൽ ടു mg എന്നുള്ള ഇക്വേഷൻ ഉപയോഗിക്കാം. മാസ് ഇൻറ്റു 9.8. ഇത് എന്ത് ഇക്വേഷൻ ആണെന്ന് പറയാം? പ്രഷർ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ എന്നുള്ള ഇക്വേഷൻ ആണിത്. അപ്പൊ ഡെൽറ്റ പി ഈസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ എന്നുള്ള ഇക്വേഷൻ ആണ്. ഫോഴ്സ് എങ്ങനെ കിട്ടും? മാസ് തന്നിട്ടുണ്ട്. സോ mg F ഈസ് ഈക്വൽ ടു mg ആണ്. അപ്പൊ 3.3 into 10⁵ into 9.8 ഡിവൈഡഡ് ബൈ 500. ഏരിയ തന്നിട്ടുണ്ട് കണ്ടോ, 500 മീറ്റർ സ്ക്വയർ. അങ്ങനെയാണ് എന്ത് കിട്ടുക? ചേഞ്ച് ഇൻ പ്രഷർ ഡെൽറ്റ പി ആണ് കിട്ടുക. 6.5 into 10⁻³ Newton/meter². ഇതാണ് എന്ത്? ചേഞ്ച് ഇൻ പ്രഷർ. ഇപ്പൊ ഒന്നാമത്തെ ഭാഗം കഴിഞ്ഞു. പ്രഷർ ഡിഫറൻസ്, മുകൾ ഭാഗവും താഴെ ഭാഗവും തമ്മിലുള്ള പ്രഷർ ഡിഫറൻസ് ആണ് ഈ കാണിച്ചിട്ടുള്ളത് കേട്ടോ. ഇനി രണ്ടാമത്തെ ചോദ്യം എന്താ? എസ്റ്റിമേറ്റ് ദ ഫ്രാക്ഷണൽ ഇൻക്രീസ് ഇൻ ദ സ്പീഡ് ഓഫ് എയർ ഓൺ ദി അപ്പർ സർഫസ് ഓഫ് വിങ് റിലേറ്റീവ് ടു ലോവർ സർഫസ്. നമ്മൾ കണ്ടിട്ടുണ്ട് പ്ലെയിനില് ആ ഷേപ്പിനുള്ളത് കൊണ്ട് മുകൾ ഭാഗത്ത് കൂടുതൽ എയറും താഴെ ഭാഗത്ത് കുറച്ച് എയറേ ഉണ്ടാവുള്ളൂ എന്ന്. അപ്പൊ അത് ആ മുകൾ ഭാഗത്ത് എത്ര കൂടുതലുണ്ട് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നറിയോ? ആ എയറോഫ്ലോയിലിന് നിലത്ത് നിന്നും മുകൾ ഭാഗത്തേക്കുള്ള ഹൈറ്റും താഴെ ഭാഗത്തേക്കുള്ള ഹൈറ്റും തമ്മിൽ കുറച്ച് വ്യത്യാസം ഉണ്ടാവും. പക്ഷെ നമ്മൾ അത് രണ്ടും സെയിം ആണെന്ന് കൺസിഡർ ചെയ്യും. കുറച്ചുകൂടി എളുപ്പത്തിനാണ്. സ്മോൾ ഹൈറ്റ് ഡിഫറൻസ് നമ്മൾ ഒഴിവാക്കും. അപ്പം ബെർണോളിസ് ഇക്വേഷൻ എഴുതുമ്പോൾ GH ഉള്ള പാർട്ട് വേണ്ട. എന്തായിട്ട് മാത്രം മാറും? കണ്ടോ, എന്തായാലും ബെർണോളിസ് ഇക്വേഷൻ P1 + ½ ρ V1² + ρ GH1 is equal to P2 + ½ ρ V2² + ρ GH2. H1 = H2 ആയാൽ ആ ടേം പോയി. പിന്നെന്ത് ചെയ്യും? പ്രഷർ ഡിഫറൻസ് P1 - P2. ഇവിടെ നമുക്ക് പ്രഷർ ഡിഫറൻസ് ആണല്ലോ ഉള്ളത്. അപ്പോൾ ആ ടേംസിലേക്ക് ഇക്വേഷൻ എഴുതുക. P1 - P2 is equal to, അതിനെയാണ് നമ്മൾ ഡെൽറ്റ പി എന്ന് വിളിക്കുക. is equal to എന്താണ്? ρ/2 into V2² - V1². അങ്ങനൊന്ന് റീഅറേഞ്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഇനിയും പ്രശ്നം തീർന്നില്ല. ഇതിലുള്ള ഒരു സാധനവും നമുക്ക് ഇവിടെ എന്ത് ചെയ്യാനില്ല? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനില്ല. അപ്പൊ ഈ V2² - V1²നെ A² - B² എന്നുള്ള ഫോമിൽ എന്ത് എഴുതുക? A + B into A - B എന്ന് എഴുതുക. അതിൽ നിന്നും A - B is equal to, അതിനവിടെ ഇവിടെ എഴുതി ഡെൽറ്റ പി is equal to ρ/2 into V2 + V1 into V2 - V1 എന്ന് എഴുതി. അതിൽ നിന്ന് V2 - V1 is equal to 2 into ഡെൽറ്റ പി into ρ/g, 2 into ഡെൽറ്റ പി by ρ into V2 + V1 എന്ന് എഴുതി. ഇനി തന്നിട്ടുള്ള ഒരു ഡാറ്റ എന്താണെന്നറിയോ? ആവറേജ് സ്പീഡാണ്. ആവറേജ് സ്പീഡ് 960 km/h ആണെന്ന് തന്നിട്ടുണ്ട്. എന്താണ് ആവറേജ് സ്പീഡ് പറഞ്ഞാൽ? V1 + V2/2. അതാണ് 960 km എന്ന് തന്നിട്ടുള്ളത്. അപ്പൊ km/h m/s ആക്കുമ്പോൾ ഇൻറ്റു 5/18 ചെയ്യുമ്പോൾ 267 m/s എന്ന് കിട്ടും. ഇനി കാണാൻ പറഞ്ഞിട്ടുള്ളത് ഫ്രാക്ഷണൽ ഇൻക്രീസ് ആണ്. ഫ്രാക്ഷണൽ ഇൻക്രീസ് എന്ന് പറഞ്ഞാൽ V2 - V1/VAV ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2 into ഡെൽറ്റ പി നമുക്കറിയാം. റോ ഡെൻസിറ്റി ഓഫ് എയർ നമുക്കറിയാം. പിന്നെ V2 + V1/2 കണ്ടോ, അതിലുണ്ട്, ഇക്വേഷനിലുണ്ട്. അതിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. എന്ത്? 267. അപ്പൊ എന്ത് കിട്ടും? 0.08 എന്ന് കിട്ടും. ഇത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു പ്രോബ്ലം ആണ്.
ബാധിക്കും എന്നുള്ളവർ ഒന്ന് നന്നായിട്ട് പഠിച്ചു വെച്ചോളൂ. ഇതിന്റെ ഫസ്റ്റ് പാർട്ട് വളരെ സുഖമായിട്ട് ചെയ്യാട്ടോ. പ്രഷർ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ബൈ ഏരിയ ആണ്. അപ്പോൾ കിട്ടുന്ന ഉത്തരം 0.08 ആണ്, അതായത് 8% ആണ്. അതായത് ഈ സ്പീഡ് ഓഫ് ദി എയർ എബവ് ദി വിങ് ഈസ് 8% മോർ ദാൻ സ്പീഡ് ഓഫ് ദി എയർ ബിലോ ദി വിങ്. ഈ ചോദ്യം പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഈ ചിത്രത്തിൽ ഏത് ചിത്രമാണ് ശരി, ഏതാണ് തെറ്റ് എന്നാണ് ചോദ്യം. അപ്പോൾ അതിന് നമുക്ക് അറിയണം. കണ്ടോ, ഇത് ഏരിയ കൂടിയ സ്ഥലത്തുള്ള ട്യൂബും ഏരിയ കുറഞ്ഞ സ്ഥലത്തുള്ള ട്യൂബുമാണ്. അപ്പോൾ ഏതിലാണ് വാട്ടർ ലെവല് വ്യത്യാസം? കണ്ടോ, ഒന്നില് ഉള്ള വാട്ടർ ലെവൽ നേരെ തിരിച്ചിട്ടാണ് മറ്റേതിലുള്ളത്. അപ്പോൾ ഏത് ചിത്രമാണ് ശരി എന്നാണ്. ഫിഗർ എ ഈസ് നോട്ട് പോസിബിൾ, കൺസിഡർ ഫിഗർ ബി. എന്താണ് കാരണം? നമുക്ക് ആലോചിച്ച് നോക്കാം. ഇവിടെ ഏരിയ കൂടുതലാണ്, അപ്പോൾ ഇവിടെ വെലോസിറ്റി കുറവായിരിക്കും. വെലോസിറ്റി കുറവാണെന്ന് പറഞ്ഞാൽ പ്രഷർ കൂടുതലാണെന്ന് അർത്ഥം. അപ്പോൾ പ്രഷർ കൂടുതലാണെങ്കിൽ എന്ത് വേണം? കൂടുതൽ സ്ഥലത്തേക്ക് ഇതിനെ തള്ളണം, വേണ്ടേ? മാനോമീറ്റർ ലിക്വിഡിനെ ഹൈ ആയിട്ട് തള്ളണം. അതാണ് കണ്ടോ അവിടെ നടക്കുന്നത്, കൂടുതൽ ഹൈ ആയിട്ട് തള്ളും. ഇനി ഏരിയ കുറഞ്ഞ സ്ഥലമാണെങ്കിലോ അവിടെ വെലോസിറ്റി കൂടുതലായിരിക്കും, അപ്പോൾ പ്രഷർ കുറവായിരിക്കും. അപ്പം മാനോമീറ്റർ ലിക്വിഡിനെ കുറഞ്ഞ സ്ഥലത്തേക്ക് എന്ത് ചെയ്യാൻ പാടുള്ളൂ? തള്ളാൻ പാടുള്ളൂ. കണ്ടോ, അതാണ് കുറഞ്ഞ സ്ഥലത്താണ് എന്ത് നിൽക്കുന്നത്, ആ ഹൈറ്റ് നിൽക്കുന്നത്. അപ്പോൾ ആ കൺസെപ്റ്റ് ക്ലിയർ ആയിരിക്കണം. ഈ ചിത്രം സ്ഥിരമായി ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് കേട്ടോ. അതാണ് ഈ ഡെഫിനിഷൻ. ഏരിയ ഓഫ് ക്രോസ് സെക്ഷന് വെഞ്ചുരിമീറ്റർ ഇസ് സ്മോൾ, അപ്പോൾ വെലോസിറ്റി കൂടുതലായിരിക്കും, അപ്പോൾ പ്രഷർ കുറവായിരിക്കും. So level of water in pipe 2 is less. ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ടെക്സ്റ്റ് എ മോഡൽ എയറോപ്ലെയിൻ ഇൻ എ വിൻഡ് ടണൽ ഫ്ലോസ് സ്പീഡ്സ് ഓൺ ദ അപ്പർ ആൻഡ് ലോവർ സർഫസസ് 70 മീറ്റർ പെർ സെക്കൻഡ് 63 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ലിഫ്റ്റ് നേരത്തെ പറഞ്ഞാൽ ആ ഫോഴ്സ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. എന്താണ്? V1 70 മീറ്റർ പെർ സെക്കൻഡ് ആണ്, V2 63 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഏരിയ ഓഫ് ദ വിങ് എന്താണ്? എ തന്നിട്ടുണ്ട്. ഡെൻസിറ്റി ഓഫ് എയർ തന്നിട്ടുണ്ട്. ബെർണോളിസ് തിയറി ഉപയോഗിക്കുക. ഹൈറ്റ് സെയിം ആണെന്ന് ഉപയോഗിക്കുക. അപ്പോൾ എച്ച് ക്യാൻസൽ ചെയ്യും, ബാക്കിയുള്ള ടേംസ് ഒക്കെ ഉണ്ടാവും. അതിൽ നിന്ന് P1 മൈനസ് P2 നമ്മൾ നേരത്തെ ചെയ്ത പ്രോബ്ലം പോലെ തന്നെ P1 മൈനസ് P2 ഇക്വേഷൻ എഴുതുക. ലിഫ്റ്റ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. കണ്ടോ, ആ ലിഫ്റ്റ് പറഞ്ഞാൽ ഫോഴ്സ് ആണ്. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ പ്രഷർ ഇൻറ്റു ഏരിയ ആണ്. അപ്പോൾ P2 മൈനസ് P1 ഇൻറ്റു എ കാണണം. അപ്പോൾ എന്ത് ചെയ്യണം? ഹാഫ് റോ ഇൻറ്റു V1 മൈനസ് V1 സ്ക്വയർ മൈനസ് V2 സ്ക്വയർ ഇൻറ്റു എ കാണണം. ഇതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഹാഫ് ഇൻറ്റു 1.3 ഇൻറ്റു 70 സ്ക്വയർ മൈനസ് 63 ദ ഹോൾ സ്ക്വയർ ഇൻറ്റു 2.5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 1.51 ഇൻറ്റു 10⁻³ ന്യൂട്ടൺ എന്ന് കിട്ടും. അപ്പോൾ ലിഫ്റ്റ്, അതായത് ആ പൊന്താനുള്ള ഫോഴ്സ് ഓൺ ദ എയറോപ്ലെയിൻ ഈസ് 1.51 ഇൻറ്റു 10⁻³ ന്യൂട്ടൺ എന്ന് കിട്ടും. ഇത്രയാണ് ഈ ക്ലാസ്സിൽ പറയാനുള്ളത്. താങ്ക് യു.